ിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. ിക്കും കൂട്ടുകാരും വരുന്നേ, യേശുവിന്റെ ദൂതുകളേന്തി നിങ്ങൾക്കരികിൽ വരുന്നേ. എന്താടാ ഇതേതു നാടാ അമ്മൂമ്മേ? അമ്മൂമ്മ എന്താ ചിരിക്കുന്നത്? എടാ കിട്ടു, അത് നമ്മുടെ നാട് തന്നെയാടാ. നമ്മുടെ നാടോ? വെറുതെ കളിയാക്കല്ലേട്ടോ. അയ്യോ, ഞാൻ കളിയാക്കിയതല്ലടാ പൊട്ടൻ കിട്ടു. അതെല്ലാം നമ്മുടെ നാട് തന്നെയാ. എന്നിട്ട് ഞാൻ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ലല്ലോ. ഉണ്ടായാലേ കാണാൻ പറ്റുള്ളൂ. ആ കാലമൊക്കെ പോയടാ മക്കളെ. അമ്മൂമ്മ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? ഞാൻ നിന്നേക്കാളും ചെറിയ പ്രായത്തില് അതൊക്കെ കാണാൻ തുടങ്ങിയതാ. നമുക്ക് 100 പറക്ക് നിലമുണ്ടായിരുന്നു. ഏറുകാളകളും വണ്ടിക്കാളകളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ 4:30 വെളുപ്പിന് എഴുന്നേറ്റ് തറവാട്ടിലെ ജോലികളൊക്കെ തീർത്ത് നിന്റെ അപ്പൂപ്പന്റെ കൂടെ പാടത്തേക്ക് പോവും. പിന്നെ ഇരുട്ടണത് വരെ പാടത്ത് തന്നെയാ. കൂട്ടിന് കൊറേ പെണ്ണുങ്ങളും ഉണ്ടാവും. ആണുങ്ങള് വിതയ്ക്കും, കൊയ്യും, വെള്ളം തേവും. ഞങ്ങള് ഞാറ് പറിക്കും, ഞാറ് നടും. പിന്നെ കൊയ്ത്ത്, മെതി. സത്യം പറഞ്ഞ അമ്മൂമ്മ പറഞ്ഞത് ഒരക്ഷരം പോലും എനിക്ക് മനസ്സിലായില്ല. എങ്ങനെ മനസ്സിലാവാനാടാ? നെല്ല് കാണാതെ ചോറ് തിന്നുന്നവനല്ലേ നീ. ഒന്ന് എഴുന്നേറ്റ് പോടാ. ഹോ, നീ എന്തിനാടാ എന്റെ കുഞ്ഞിനെ വഴക്കു പറയുന്നത്? ഇവൻ നെല്ല് കാണാത്തത് ഇവന്റെ കുഴപ്പം കൊണ്ടാണോ? അതും ശരിയാ. പാടങ്ങളെല്ലാം മണ്ണിട്ട് നികത്തുന്നു. അവിടെയെല്ലാം ഫ്ളാറ്റുകളും വില്ലകളുമായി. എല്ലാവർക്കും ഓഫീസ് വർക്ക് മതി. കേരളത്തിന്റെ മുഖഛായ തന്നെ മാറിപ്പോയി. ഇനി എന്ത് പാടം, എന്ത് കൃഷി? സ്വന്തം കണ്ണിലെ തടിക്കഷണം എടുത്ത് കളഞ്ഞിട്ട് മറ്റുള്ളവരുടെ കണ്ണിലെ കരടെടുത്ത് കളയടാ. കൃഷി എന്ന് പറഞ്ഞ പഴഞ്ചൻ ഏർപ്പാടാണെന്നല്ലേ നീയും പറഞ്ഞത്?
അതെ പറഞ്ഞു, ഇത് IT യുഗമാണ്. അന്നേരം ഞാൻ ഈ കൃഷി നെല്ല് എന്നൊക്കെ പറഞ്ഞു നടന്ന എല്ലാവരും എന്നെ കളിയാക്കില്ലേ? അന്യനാടുകളിൽ നിന്ന് മായം ചേർത്ത് അരി മേടിക്കാനും വിഷം കലർന്ന പച്ചക്കറികൾ മേടിച്ച് തിന്നാനും ഒരു മടിയുമില്ല. വെറുതെയല്ല, കാശ് കൊടുത്തിട്ടാ. അതെ, കാശ് കൊടുത്താ എന്തും കിട്ടുന്നുള്ള അഹങ്കാരമാ ഇപ്പൊ മലയാളിക്ക്. ആർക്കാ ലാഭം? ആശുപത്രിക്കാർക്ക്. കിട്ടൂനിപ്പ എന്താ അറിയേണ്ടത്? കൃഷിയെ കുറിച്ചല്ലേ. പോയി കിടക്ക്, പപ്പ കാലത്ത് പറഞ്ഞു തരാം. ഗുഡ് നൈറ്റ് പപ്പ. ഗുഡ് നൈറ്റ്. ഇതൊക്കെ എന്താ അങ്കിൾ? ഇത് നുകം, ഇത് കലപ്പ. കൃഷി ചെയ്യാനുള്ള ഉപകരണങ്ങളാ. അമ്മൂമ്മ കുട്ടിയായിരിക്കുമ്പോഴായിരുന്നോ നമ്മുടെ നാട്ടിൽ കൃഷി തുടങ്ങിയത്? ഏയ് അല്ലല്ലല്ല, കൃഷിയുടെ പഴക്കം കേട്ടാ നിങ്ങൾ ഞെട്ടും. എത്ര പഴക്കമുണ്ട് അങ്കിൾ? കൃഷിക്ക് ഏതാണ്ട് ഒരു 10,000 വർഷത്തെ പഴക്കമുണ്ട്. എന്റെ അമ്മോ, 10,000 വർഷോ? അതേ പൊന്നു, നവീന ശിലായുഗത്തിലാ കൃഷിയുടെ ആരംഭം. അന്നു മനുഷ്യര് കാട്ടുപഴങ്ങൾ തിന്നാ ജീവിച്ചത്. അവര് പഴം തിന്നിട്ട് വലിച്ചെറിഞ്ഞ കുരു എല്ലാം മുളച്ചത് അവർ കണ്ടു. പിന്നെ എന്താ, എന്നാ പിന്നെ പഴങ്ങളുടെ എല്ലാം വിത്ത് ഒരു പ്രദേശത്ത് നടാൻ പാടില്ലേ എന്നായി ചിന്ത. ആ ചിന്തയിൽ നിന്നായിരുന്നു കൃഷിയുടെ തുടക്കം. കേട്ടിട്ടൊരു കഥ പോലെ തോന്നുന്നു, അല്ലടാ തക്കടു? അതെ അതെ, സൂപ്പറാ. അവര് കാട് വെട്ടിത്തെളിച്ച് കൃഷി തുടങ്ങിയപ്പോൾ അതിനടുത്ത് തന്നെ താമസിക്കാനും തുടങ്ങി. അങ്ങനെയാ വീടുകളുണ്ടായത്. പിന്നെ വെള്ളം കിട്ടാൻ വേണ്ടി നദീതീരങ്ങളിൽ കൃഷി ചെയ്യാൻ തുടങ്ങി. കല്ലുകൊണ്ടും വെല്ലുകൾ കൊണ്ടുമുള്ള പണിയായുധങ്ങൾക്ക് പകരം ലോഹങ്ങൾ കൊണ്ടുള്ള പണിയായുധങ്ങൾ വന്നു. യന്ത്രങ്ങൾ പാടത്തിറങ്ങി. അങ്ങനെ ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് പോലെ മനുഷ്യൻ നെറ്റിയിലെ വിയർപ്പ് അപ്പമാക്കി ഭക്ഷിച്ചു. മക്കളെ, ഈ സ്ഥലമെല്ലാം പാടങ്ങളായിരുന്നു. എവിടെ നോക്കിയാലും പാടങ്ങൾ. പാടങ്ങളുടെ ഇടയിലുള്ള ചെറിയ തുരുത്തുകളിൽ ചെറിയ വീടുകൾ. രാത്രി കാളവണ്ടിയിലൂടെ ഇതിലെ പോകുമ്പോൾ നല്ല തണുത്ത കാറ്റ് വീശും. AC പോലും നാണിച്ചു പോകുന്ന നല്ല തണുത്ത കാറ്റ്. പാടത്തെ വീടുകളിലെല്ലാം മിന്നാമിന്നുകളെ പോലെ മണ്ണെണ്ണ വിളക്ക് കത്തുന്നുണ്ടാവും. വിളക്കോ? അതെന്താ അമ്മൂമ്മേ? അന്ന് കറണ്ട് ഒന്നുമില്ലായിരുന്നു. മിക്ക വീടുകളിലും വിളക്കാ കത്തിച്ചിരുന്നത്. ഈ കൃഷി എന്തിനാ അമ്മൂമ്മ വേണ്ടാന്ന് വെച്ചേ? നാട്ടിൽ പരിഷ്കാരം വന്നപ്പോ എല്ലാം പോയി. എന്നാലും പാടങ്ങളായിരുന്നു നല്ലത്. എനിക്കത് കേട്ടിട്ട് തന്നെ കൊതിയാവുന്നു. കൊതിയാണെങ്കി നിങ്ങൾ ഇതൊക്കെ തിരിച്ചു പിടിക്ക്. ഞങ്ങളോ? ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കൊള്ളാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂന്ന് എന്നോടാണോ ചോദിക്കുന്നത്? ഞങ്ങള് കുട്ടികളല്ലേ. നിങ്ങൾ എന്നും കുട്ടികളായിരിക്കോ? ഇല്ല, വലുതാവും. അതുകൊണ്ട് നിങ്ങളോടൊപ്പം ഈ ആഗ്രഹവും വലുതാവണം. കർഷകർക്ക് ഒരു വിലയില്ലേ? ആരും അവരെ മൈൻഡ് ചെയ്യില്ല. ഉഴുതുണ്ണുന്നവനെ തൊഴുതുണ്ണണമെന്നാ അറിവുള്ളവർ പറയുന്നത്. അതെന്താ അമ്മൂമ്മ അങ്ങനെ പറയുന്നത്? അന്നബലം പ്രാണബലമാണ്. അതാ കാര്യം. എനിക്ക് കൃഷി വലിയ ഇഷ്ടാ. മിടുക്കി. കുറച്ച് മണ്ണ് കൊത്തിക്കിളച്ച് അതിലൊരു ചെടി നട്ട് വെള്ളവും വളവും കൊടുത്ത് വളർത്തിയ അതിലൊരു പൂ ഉണ്ടാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അതിന്റെ സുഖമൊന്ന് അനുഭവിച്ച് തന്നെ അറിയണം. അമ്മൂമ്മ പറഞ്ഞത് ശരിയാ. ഞങ്ങളുടെ സ്കൂളിലെ പച്ചക്കറി തോട്ടങ്ങളുണ്ട്. അതിന്റെ വിളവെടുപ്പ് ഉത്സവം പോലെയാ. അവിടെ ഇവിടെയൊക്കെ തരിശു കിടക്കണ പാടങ്ങളിൽ ചെറിയ രീതിയിൽ കൃഷി നടക്കുന്നുണ്ട്. അതൊരു നല്ല സൂചനയാണ് മക്കളെ. അമ്മാമ്മ കണ്ടോ, ഞങ്ങളെപ്പോലുള്ള എല്ലാവരും കൃഷിയെ സ്നേഹിക്കാൻ തുടങ്ങും. അതുറപ്പാ. പണ്ട് നമ്മുടെ സാമൂതിരിയോട് ബ്രിട്ടീഷുകാര് നമ്മുടെ കുരുമുളകെല്ലാം കൊണ്ടുപോയെന്ന് പറഞ്ഞു. അന്നേരം സാമൂതിരി പറഞ്ഞു, കുരുമുളകല്ലേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, നമ്മുടെ ഞാറ്റുവേല കൊണ്ടുപോവാൻ പറ്റുമോന്ന്.
ഞാറ്റുവേല എന്ന് പറഞ്ഞാൽ എന്താ അമ്മൂമ്മേ? ഞാറ്റുവേല എന്ന് പറഞ്ഞ ഞായറിന്റെ വേള. ഞായർ സൂര്യൻ, വേള സമയം. ഭൂമി സൂര്യനെ ചുറ്റുന്ന സമയം കാർന്നോമാര് 27 ഭാഗിച്ചു. അങ്ങനെ 27 ഞാറ്റുവേലകൾ. ഞാറ്റുവേലയ്ക്ക് എന്താ പ്രത്യേകത? ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ കൃഷി ചെയ്യണമെന്നുള്ള നാട്ടറിവുകളാണ് ഞാറ്റുവേലകൾ. അതൊന്നും പറഞ്ഞ നിങ്ങളുടെ കുഞ്ഞിത്തലയില് കേറില്ല. പക്ഷേ അമ്മാമ്മ ഒരു കാര്യം പറയാം. നമ്മുടെ കർഷക സംസ്കാരത്തിന് മണ്ണുള്ള കാലത്തോളം മാറ്റു കുറയില്ല മക്കളെ. വികസിത രാജ്യങ്ങൾ പോലും കൃഷി ചെയ്യുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെ നമ്മുടെ പാരന്റ്സ് എന്താ കൃഷി ചെയ്യാത്തത്? അതല്ലടാ നിന്റെ പപ്പ പറഞ്ഞത്. എല്ലാവർക്കും വൈറ്റ് കോളർ ജോബാ താല്പര്യമെന്ന്. എന്റെ മമ്മിയും ഡാഡിയും പറഞ്ഞത് കൃഷിയെല്ലാം നഷ്ടത്തിലായതുകൊണ്ട് എല്ലാവരും നിർത്തിയതാണെന്നാ. അതിനെക്കുറിച്ച് കൃത്യമായി അറിയാൻ എന്താ ഒരു മാർഗം? കൂട്ടുകാരെ, മിഖായൽ വരുന്നുണ്ട്. ഈ കാര്യത്തിൽ മിഖായേലിന്റെ അഭിപ്രായം എന്താണെന്ന് നോക്കാം. നമ്മുടെ ആഗ്രഹം മിഖായലിനോട് പറയുകയും ചെയ്യാം. കൂട്ടുകാരെല്ലാം വലിയ ചിന്താക്കുഴപ്പത്തിലാണല്ലോ. കൃഷിയെക്കുറിച്ച് മിഖായേലിന്റെ അഭിപ്രായം എന്താ? ഞാൻ കൂട്ടുകാരോട് തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിക്ക്. ദൈവം എന്തിനാണ് സ്ത്രീക്ക് കുഞ്ഞുങ്ങളെ പ്രസവിക്കാനുള്ള കഴിവ് കൊടുത്തത്? അത് ഞങ്ങൾക്കറിയില്ല, മിഖായൽ തന്നെ പറ. ആ കഴിവ് കൊടുത്തില്ലെങ്കിൽ ആദ്യ മാതാപിതാക്കളായ ആദവും ഹവ്വയും മരിക്കുന്നതോടെ ഭൂമിയിൽ മനുഷ്യരില്ലാതാവില്ലേ? അത് ശരിയാണല്ലോ. ലോകാവസാനം വരെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നിലനിൽക്കണമെന്ന് ദൈവം തീരുമാനിച്ചു. അതിന് തലമുറകൾ ഉണ്ടാകണം. തലമുറകൾ ഉണ്ടാകാൻ മനുഷ്യനും സകല പക്ഷി മൃഗാദികൾക്കും കഴിവ് കൊടുത്തു. സസ്യങ്ങളുടെ വിത്തുകൾ വീണ്ടും സസ്യങ്ങളായി വളരാനും അനുഗ്രഹിച്ചു. ഭക്ഷ്യയോഗ്യമായ ഫലങ്ങൾ വീണ്ടും വീണ്ടും ഉൽപ്പാദിപ്പിക്കുന്നതിനു വേണ്ടി മനുഷ്യന്റെ വിവേകം ഉണർന്ന് പ്രവർത്തിച്ചു. അതാണ് കൃഷി. എന്നിട്ടെന്താ എല്ലാവരും കൃഷി ഉപേക്ഷിച്ചത്? എല്ലാവരും പ്രകൃതിയെ ചൂഷണം ചെയ്തു. അതോടെ പ്രകൃതി ദുരന്തങ്ങളും പതിവായി. എല്ലാം പുരോഗമനത്തിന്റെ പേരില. അതും ശരിയല്ലേ മിഖായേൽ? ലോകം വികസിക്കുമ്പോൾ ഞങ്ങളുടെ നാടും വികസിക്കണ്ടേ? വേണം. എന്നാൽ മനുഷ്യന് വേണ്ടതെല്ലാം ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. ആഹാരം, ഔഷധങ്ങൾ, മരുന്ന്. മനുഷ്യൻ അവന്റെ അതിമോഹം കൊണ്ട് രാസവളങ്ങളും കീടനാശിനികളുമെല്ലാം പ്രയോഗിക്കാൻ തുടങ്ങിയതോടെ പുതിയ പുതിയ രോഗങ്ങളുണ്ടായി മനുഷ്യനും കൃഷിക്കും. ഇതിനെന്താ മിഖായൽ ഒരു പ്രതിവിധി? ആഗോള താപനം പോലെയുള്ള കെടുതികൾ ഭൂമിയെ സർവനാശത്തിലേക്കാണ് നയിക്കുന്നത്. പ്രതിവിധി ഒന്നു മാത്രം: പ്രകൃതിയിലേക്ക് മടങ്ങുക. എടി കറമ്പി, എന്താടി പിങ്കി പെണ്ണേ? എടി 2 പഴം താടി. ഇത് പൊടിയുള്ള പഴമാടി. അത് സാരമല്ലടി, പുല്ലും പഴവും നല്ല കോമ്പിനേഷനാ. പച്ചപ്പുല്ലിൽ ആരെങ്കിലും വളംപൊഴി പിഴിഞ്ഞൊഴിക്കുവാടി. തിന്നു തിന്നു. നീ അറിഞ്ഞോടി പിങ്കി? എന്താടി? നമ്മുടെ പൊന്നും കൂട്ടുകാരും കൃഷിയെ കുറിച്ച് പഠിക്കാൻ നടക്കുക. അപ്പൊ അവര് പള്ളിക്കൂടത്തിൽ പോലും നിർത്തിയോ? കൃഷി സ്കൂളിൽ പോവാത്തവരുടെ പണിയാണെന്ന് നിന്നോട് ആരാടി പറഞ്ഞത്? അല്ലേ? അല്ല, കൃഷിയെ കുറിച്ച് പഠിപ്പിക്കുന്ന കോളേജ് പോലുമുണ്ട്. ഞാൻ ഔട്ടിങ്ങിന് പോയപ്പോ കണ്ടതാ. എല്ലാവരും പറയണത് അങ്ങനെയല്ല. അത് കൃഷിക്കാർക്ക് വേണ്ട പരിഗണന കിട്ടാത്തതുകൊണ്ട് പറയണതാടി. ഇവിടെ തൂണിനും തുരുമ്പിനും അവാർഡ് കൊടുക്കുന്നുണ്ട്. ആദ്യം കൊടുക്കുന്നത് കർഷകർക്ക് അവാർഡ്. നാട്ടിലുള്ളവരെല്ലാം കാട്ടിലേക്ക് വന്നാൽ കാട്ടിലുള്ളവരെല്ലാം നാട്ടിലേക്ക് പോകണ്ടേ? എടാ മണ്ടച്ചാരെ, പ്രകൃതിയിലേക്ക് മടങ്ങാൻ പറഞ്ഞത് കാട്ടിൽ വന്ന് താമസിക്കാനല്ല. പിന്നെ പ്രകൃതിയെ സ്നേഹിക്കണമെന്നാ, പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെന്നാ.
ഞാൻ പേടിച്ചു പോയി. നാട്ടില് വന്ന് ഫ്ലാറ്റിലൊക്കെ ജീവിക്കുക എന്ന് പറഞ്ഞ ഭയങ്കര മെനക്കേടാ. മുയല് വന്യജീവിയൊന്നും അല്ലടാ മണ്ട. നാട്ടിലുള്ള അത്രയും മുയലൊന്നും കാട്ടിലില്ല. ഇവൻ വെറും കാട്ടുമുയല്. എന്നെ ഇൻസൾട്ട് ചെയ്താണ്ടല്ലോ, നീ വിവരം അറിയും. ഹോ, പെണങ്ങല്ലടാ റാംബൂട്ടാ. വേണ്ട വേണ്ട, സോപ്പിടൊന്നും വേണ്ട. നീ കാട്ടുവാസി അല്ലാതെ പിന്നെ നാട്ടുവാസിയാണോടാ? കാട്ടുവാസി എന്ന് പറഞ്ഞതിന് നീ എന്തിനാടാ റാംബോ പിണങ്ങുന്നത്? എല്ലാവരും കാട്ടുവാസികളായിരുന്നു. പിന്നെയാ നാട്ടിലേക്ക് വന്നത്. വിദേശികൾ വന്നപ്പോൾ പല ഭാഷകളും ഉണ്ടായി, സംസ്കാരങ്ങളും ഉണ്ടായി. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? അത് പറഞ്ഞാ മതി. മിഖായേൽ പറഞ്ഞതുപോലെ എല്ലാവരും കൃഷിയെ സ്നേഹിക്കണം. അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഞങ്ങൾ പറഞ്ഞാൽ ആരെങ്കിലും കേൾക്കൂടാ തക്കുടു. നിങ്ങളോട് നാട്ടിൽ വന്ന ആളുകളെ ബോധവൽക്കരിക്കാനല്ല പറഞ്ഞത്. പിന്നെ നാട്ടിലെ കാര്യങ്ങൾ ഞങ്ങൾക്ക് വിട്, കാട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അയ്യോ, ഞങ്ങൾക്ക് തിന്നാൻ മാത്രമേ അറിയൂ. നിന്നോട് കൃഷി ചെയ്യാനല്ലേ പറഞ്ഞത്. കാട്ടുകള്ളന്മാർ ഒരു മരം വെട്ടിയെടുക്കുമ്പോൾ ഒരു പുതിയ മരം ഈ കാട്ടിൽ മുളച്ചു വരണം. അങ്ങനെ ഈ കാട് എന്നും നിലനിൽക്കണം. മനസ്സിലായില്ല. നിങ്ങൾ തിന്നുന്ന പഴങ്ങളുടെ എല്ലാം വിത്തുകൾ ശേഖരിച്ച് നനവുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിടണം. അത് അവിടെ കിടന്ന് മുളയ്ക്കണം, വളരണം, പിന്നെ മരമാവണം. സൂപ്പർ ഐഡിയ, ഞങ്ങൾ ഏറ്റു. റംബൂട്ടാ, ഞങ്ങളുടെ നാട് കാണാൻ നല്ല ഭംഗിയായിരുന്നു എന്ന് എല്ലാരും പറയുന്നു. ഞങ്ങൾക്കതൊന്നും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇനി ജനിക്കുന്ന കുട്ടികൾക്കും അത് കാണാൻ കഴിയില്ല. കാടങ്ങനെ ആവരുത്. ഇനി ജനിക്കാനിരിക്കുന്ന റംബൂട്ടനും തമ്പൂനും കറുമ്പിക്കും ആമവൈദ്യനും പിങ്കിക്കുമെല്ലാം കാട് കാണാൻ കഴിയണം. എനിക്ക് മനസ്സിലായി കൂട്ടുകാരെ, മനസ്സിലായി. ഞാൻ ഇപ്പൊ തന്നെ പോയിട്ട് സിംഹരാജാവിനെ കാണാം. കിട്ടുവിന്റെ പപ്പയുടെ പേരിൽ ഇനി അവശേഷിക്കുന്നത് ഈ തരിശു കിടക്കുന്ന പാടം മാത്രമാണ്. ഇതും കൊടുക്കുമെന്നാ പപ്പ പറയുന്നത്. ഇത് കൊടുത്താൽ പിന്നെ കൂട്ടുകാരുടെ ആഗ്രഹം എങ്ങനെയാണ് നടക്കുന്നത്? ഞങ്ങൾ എന്താ മിഖായേൽ ചെയ്യേണ്ടത്? നിങ്ങൾ കിട്ടുവിന്റെ പപ്പയോട് സംസാരിക്കണം. ഞങ്ങൾ സംസാരിച്ചാ പപ്പ സമ്മതിക്കോ? സംസാരിക്കേണ്ട രീതിയിൽ സംസാരിച്ചാൽ ശരിയാകും. അതെങ്ങനെ മിഖായേൽ? ഒന്ന് പറഞ്ഞു തന്നെ. നിങ്ങൾ പിടിച്ച പിടിയാലെ ഉണ്ണീഷോയുടെ പക്കൽ നിന്ന് ഓരോരോ ആവശ്യങ്ങൾ സാധിച്ചെടുക്കാറില്ലേ? അതിലും വലുതാണോ ഈ നിസ്സാര കാര്യം? നിസ്സാര കാര്യമോ? ഞാൻ നിസ്സാരമെന്ന് പറഞ്ഞത് നിങ്ങളുടെ ലക്ഷ്യമല്ല, മാർഗമാണ്. എന്നാലും എനിക്കൊരു മടി. അങ്കിൾ, ഞങ്ങൾക്ക് വട്ടാണെന്ന് പറയോ? പറഞ്ഞോട്ടെ, അതിന് നിങ്ങൾക്കെന്താ? അയ്യേ, എടാ തക്കുടു, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ആലോചിക്കേണ്ട കാര്യമില്ല. കൃഷി മോശമാണെന്ന് കിട്ടുവിന്റെ അമ്മൂമ്മ പറഞ്ഞില്ല, പപ്പ പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല. പിന്നെന്താ പ്രശ്നം? എന്നാലും നല്ല കുട്ടികൾ സ്വയം നന്നാവുക മാത്രമല്ല മറ്റുള്ള കുട്ടികളെയും നന്നാക്കും. അവർക്കെല്ലാം മാതൃക കാണിക്കും. എന്നാ മിഖായേലും കൂടി വാ. ഇല്ല കൂട്ടുകാരെ, നല്ലത് ഉപദേശിച്ചു കൊടുക്കുക മാത്രമാണ് എന്റെ കർത്തവ്യം. തീരുമാനങ്ങൾ എടുക്കാനുള്ള അവകാശം ഉണ്ണീഷോ നിങ്ങൾക്കാണ് തന്നത്. നല്ലത് ചിന്തിക്കുക, നന്മയിൽ വളരുക. ഇനി ഒന്നും ആലോചിക്കണ്ട, നമുക്ക് പപ്പയെ കാണാം. മിഖായേൽ പിണങ്ങിയാണോ പോയത്? മിഖായേൽ നമ്മളോട് പിണങ്ങോ? നിന്റെ ഓരോ തോന്നല്. വരൂ കൂട്ടുകാരെ, നമുക്ക് പോവാം. നിങ്ങൾ എന്ത് മണ്ടത്തരമാണടാ കുട്ടികളെ പറയുന്നത്? ഞങ്ങൾ എന്ത് മണ്ടത്തരവാ പറഞ്ഞത്? കൃഷിയൊക്കെ നഷ്ടക്കച്ചവടമാ. വെറുതെ സമയം കളയാൻ ഞാനില്ല. എല്ലാ കാര്യത്തിലും ലാഭവും നഷ്ടവും മാത്രം നോക്കുന്നത് ശരിയാണോ അങ്കിൾ? നീ എന്താടി പൊന്നു അങ്ങനെ പറഞ്ഞത്? ഞങ്ങളുടെ ഒരു ആഗ്രഹമല്ലേ അങ്കിൾ. അങ്കിൾ അതൊന്ന് സാധിച്ചതാ. നിങ്ങൾക്കെന്താ ഇപ്പൊ ഇങ്ങനെയൊരു തോന്നല്? ഞങ്ങൾ ഉണ്ണീഷോയ്ക്ക് ഇഷ്ടപ്പെടാത്ത വല്ല കാര്യമാണോ പറഞ്ഞത്? അല്ലല്ലോ. നിങ്ങളിങ്ങനെ വാശി പിടിക്കല്ലേ കുട്ടികളെ. വാശിയല്ല പപ്പ. പപ്പയൊന്ന് സമ്മതിക്ക്. സമ്മതിച്ചില്ലെങ്കിലോ? നേരെ പള്ളിയിലേക്ക് പോകും. അങ്കിളിന്റെ മനസ്സ് മാറുന്നത് വരെ ഉപവസിച്ച് പ്രാർത്ഥിക്കും. വേണ്ട വേണ്ട, അസാധ്യമായ കാര്യങ്ങൾ സാധിക്കാനാ അതൊക്കെ. നിങ്ങൾ കുട്ടികളല്ലേ. ഈ കാര്യത്തിന്റെ പേരിൽ നിങ്ങളെ പട്ടിണിക്കിട്ട ഉണ്ണീശോ എന്നോട് ദേഷ്യപ്പെടും. അപ്പൊ അങ്കിൾ സമ്മതിച്ചോ? സമ്മതിച്ചു. എന്നാൽ നമുക്ക് പാടത്തേക്ക് പോവാം. പോകാം. പക്ഷേ
പക്ഷേ കാലാവസ്ഥയുടെ ഇണക്കത്തിനും പിണക്കത്തിനും ഇടയിലുള്ള നിരന്തരവും നിശബ്ദവുമായ ഒരു ചൂതാട്ടമാണ് കൃഷി. അതുകൊണ്ട് ഈ ആവേശമൊക്കെ എപ്പോഴും കാണണം. കാണും, അതോർത്ത് അങ്ങോട്ട് പേടിക്കണ്ട. എന്നാ ഞാനും റെഡി. കൂട്ടുകാരെ, കിട്ടുവിന്റെയും കൂട്ടുകാരുടെയും ആഗ്രഹപ്രകാരം നമ്മൾ ഇന്നു മുതൽ കാട്ടുപഴങ്ങളുടെ വിത്തുകൾ മുള്ളിലും പാറപ്പുറത്തും വലിച്ചെറിയില്ല. മരത്തിൽ പഴമുണ്ടാകുന്നത് പോലെ പഴത്തിൽ മരമുണ്ടാകുന്നത് നമുക്കൊന്ന് കാണണം. ആ പഴങ്ങൾ തിന്നണം. അതിന് നമ്മൾ തുടക്കം കുറിക്കുന്നു. ഇതൊരു മടങ്ങിപ്പോക്കാണ്, കാർഷിക പെരുമയിലേക്കുള്ള മടങ്ങിപ്പോക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇവർ മാതൃകയാണ്.